പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗീയ വിളി എന്ന ഈ പ്രോഗ്രാമിലേക്ക് ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യാം. നാം ദൈവവിളിയെക്കുറിച്ചുള്ള 1-2 ഭാഗങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ച് കൊണ്ടിരുന്നത്. സ്വർഗവിളിയുടെ 3-ാമത്തെ ഭാഗമാണ് ഈ പ്രാവശ്യം നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഗോഗും മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി വശീകരിച്ച് പുറപ്പെട്ടും, എന്നാൽ ആകാശത്തിന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ച് കഴിയും. പിശാചിനെയും മൃഗവും കള്ളപ്രവാചനെയും പിശാചിനെ മൃഗവും കള്ളപ്രവാചനെയും കിടക്കുന്ന ഗന്ധക തീപ്പയിലേക്ക് തള്ളിയിടും. അതിനുശേഷം പിതാവായി ദൈവത്തെ രാജ്യം പുത്രൻ ഏൽപ്പിക്കും. പിന്നെ പിതാവിനോടുകൂടെ അനന്ത നിത്യത്തിൽ നാം എന്നേക്കും വസിക്കുമെന്നാണ് വെളിപ്പാട് പുസ്തകം 27 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കാണുവാൻ സാധിക്കുന്നത്. ഈ വിളിയാണ് നമ്മെ വിളിച്ചത്. നിത്യത മുതൽ നിത്യത വരെ ഉള്ള സ്വർഗീയ വിളി അല്ലെങ്കിൽ പരമവിളി. ഇതാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനം മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും മുൻ നിയമിക്കുകയും ചെയ്തു. അപ്പം വിശുദ്ധരും നിഷ്കളങ്കരും ആകാനുള്ള വിളിയാണ് ദൈവം വിളിച്ചത്. അത് ഈ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ വിളിച്ചതാണ്. ലോകസ്ഥാപനം മുമ്പ് വിളിച്ച വിളിയാണ്. ഈ വിളിയാണ് പൗലൂസ് വെളിപ്പാടിൽ കൂടെ പറഞ്ഞ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ വിളിച്ചു. ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ വിളിച്ചു. പഴയ നിയമ ഭക്തന്മാർ പലർക്കും ഈ നിത്യതയുടെ വെളിപ്പാട് ലഭിച്ചവരാണ്. ഈ വിളി അവരെ കേട്ട് അനുസരിച്ചവരാണ്. ദാവീദിന് ഈ വെളിപ്പാട് കിട്ടി. 139-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് പറയുന്നു, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണെന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. എത്ര വ്യക്തമായി താൻ തൻ്റെ മുൻപും പിൻപും അടച്ച് യഹോവയുടെ ഭാരമാക്കി വെച്ച് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് കയറിയ മനുഷ്യൻ തന്നെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്, തൻ്റെ കുറിച്ചുള്ള സകല കാര്യങ്ങളും ദൈവം എഴുതി വച്ചിരിക്കുന്ന പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു, ഒരു കോഡിൽ എഴുതി വച്ചിരിക്കുന്നു എന്ന് തനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ വച്ചല്ല തന്നെ കണ്ടത്, അവൻ നിത്യതയിൽ വെച്ച് കണ്ടത്. ആ നിത്യതയുടെ ഒരു കാര്യം ചെയ്തെടുക്കുവാനാണ് തന്നെ ഈ ഭൂമിയിലാക്കി വെച്ചത്. അത് കണ്ട് അനുസരിച്ച് ജീവിക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാനിടയായിത്തീരും. റോമാലേഖനം 8-ാം അധ്യായം 30-ാം വാക്യത്തിൽ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തിരസ്കരിച്ചും ഇരിക്കുന്നത് കാണാം. അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോട് അനുരൂപരായി തീരുവാൻ, തേജസ്സിൻ്റെ പുത്രന്മാരും പുത്രിമാരുമായി തീരുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ദൈവം നമ്മുടെ വിളി, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ താല്പര്യം തൻ്റെ പുത്രനായ യേശുവിനോട് അനുരൂപരായി തേജസ്സിൻ്റെ പുത്രിമാരായി ആ തേജസ്സിൻ്റെ വസിക്കുന്ന നിത്യതയിൽ പിതാവിനോട് കൂടെ എന്നേക്കും വസിക്കുവാനുള്ള വിളിയാണ്. എത്ര ശ്രേഷ്ഠകരമായ, എത്ര ഉന്നതമായ വിളിയാണ് ദൈവം നമ്മെ വിളിച്ചത്. ഇന്നും ദൈവം ദീർഘക്ഷമയോടെ എല്ലാവരെയും വിളിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നു എന്നാണ് പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ അധ്യായത്തിൽ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ പത്രോസ് ശ്രീഹ അവയെ ലേഖനം എഴുതുമ്പോൾ 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ചിട്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്ന്. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും,
അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിലുള്ള പണിയും വെന്തു പോവുകയും ചെയ്യുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ കർത്താവ് കള്ളനെ പോലെ വരും. അതാണ് കർത്താവിൻ്റെ രഹസ്യവരവെന്ന് പറയുന്നത്. തൻ്റെ സഭയെ ചേർക്കുന്ന രഹസ്യവരവുണ്ട്, എല്ലാവരും കാണുക വരുന്ന വരവുണ്ട്, അത് ആമേസ്തോത്രം 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഇറങ്ങി വരുന്ന സമയമുണ്ട്. എന്നാൽ കർത്താവ് കള്ളനെ പോലെ വരുമെന്ന് പറയുന്നത് ഇതാണ് രഹസ്യവരവ്. കള്ളൻ എല്ലാവരോടും പറഞ്ഞിട്ടല്ലല്ലോ അവൻ മോഷ്ടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത്. രാവിലെ എല്ലാവരും വിളിച്ചു പറയും, ഞാൻ ഇന്ന് വൈകുന്നേരം മോഷ്ടിക്കാൻ വരുന്നത്. അതുപോലെ തൻ്റെ മണവാട്ടിയെ ചേർക്കുവാൻ കർത്താവ് അവയെ കള്ളനെ പോലെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ക്രൂശിൽ മരിച്ച് പർദീസയിലേക്ക് പോകുന്നു. തന്നെ സ്വീകരിപ്പാൻ സ്വർഗീയ സൈന്യങ്ങളും ദൂതന്മാരും ഒക്കെ പർദീസയിൽ രാജത്വം പ്രാപിച്ച് വരുന്ന കാണുവാൻ സ്വീകരിപ്പാൻ നോക്കി നിൽക്കുമ്പോൾ, തന്നെ എതിരേക്കാൻ നോക്കി നിൽക്കുമ്പോൾ കർത്താവ് ക്രൂശിൽ കിടക്കുന്ന കള്ളനുമായിട്ടാണ് കടന്നു പോകുന്നത് ഇടയെത്തിരുന്നത്. നമുക്ക് കാണാം, ക്രൂശിൽ കിടന്ന കള്ളൻ പറഞ്ഞു, നീ രാജത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ സമയത്ത് യേശു അവനോട്, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലിരിക്കും എന്ന് സത്യമായിട്ട് നിന്നോട് പറയുന്നുവെന്ന് ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 42-43 വാക്യത്തിലുണ്ട്. അപ്പം പർദീസ രാജ്യത്വം പ്രാപിച്ച യേശുവിനെ സ്വീകരിപ്പാൻ, പർദീസ രാജ്യത്വം പ്രാപിച്ച യേശുവിനെ സ്വീകരിപ്പാൻ കാത്തു നിൽക്കുമ്പോൾ അവരെല്ലാം കൂടെ ഞെട്ടിപ്പോയി കാണും, യേശു കർത്താവ് ഒരു കള്ളനുമായിട്ടാണ് കയറി വരുന്നത്. ഇതാണ് പത്രോസ് പറഞ്ഞ്, കള്ളനെ പോലെ വരും. അവനിൽ വിശ്വസിച്ച് അവൻ്റെ രാജ്യത്വം അംഗീകരിച്ച് അവന് വേണ്ടി ജീവിക്കുന്ന അവരെ കർത്താവ്, അതാണ് കർത്താവിൻ്റെ സഭയെന്ന് പറയുന്നത്, സഭയെ ചേർക്കുവാൻ കർത്താവ് വരും, കള്ളനെ പോലെ വരും. കർത്താവിൻ്റെ വരവ് ഇതുവരെ നടന്നിട്ടില്ലാത്തത് കൊണ്ട് അത് കാത്തിരിക്കുന്നവർ നിരാശപ്പെട്ടു. 1-ാം നൂറ്റാണ്ടിൽ സഭ ആരംഭിച്ചപ്പോൾ കർത്താവ് വേഗം വരുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അവരതിന് കാത്തിരുന്ന് വിശ്വസിച്ചിട്ട് കർത്താവ് വരുന്നില്ല എന്ന് വന്നപ്പോൾ അവർക്കുള്ളിൽ നിരാശകൾ വന്നു. ആ നിരാശകൾ വന്നു കഴിഞ്ഞപ്പോൾ അവർ സ്വന്തം മുഖങ്ങളെ അനുസരിച്ച് നടക്കുവാൻ തുടങ്ങി. ഈ ദൈവവെളിയിൽ നിന്ന് വിട്ടുപോയി, കർത്താവൊന്നും വരുത്തൊന്നും ഇല്ലെന്നുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. സ്വന്തം മുഖങ്ങളെ അനുസരിച്ച് ജീവിക്കുവാനും അവർ പരിഹസിക്കാൻ തുടങ്ങി. ഈ അന്ത്യകാലത്തും ഇതുപോലെ പരിഹാസികൾ എണീക്കും എന്നാണ് പത്രോസ് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തുണ്ടായി, ഇന്നത്തെ കാലത്തും കർത്താവ് വരത്തില്ല, കർത്താവിന് വരത്തില്ല, നമ്മൾ വെറുതെ ഇതിൻ്റെ അകത്ത് നിന്നൊരു കാര്യമില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കുവാൻ, സ്വന്തം മുഖങ്ങളിൽ ജീവിപ്പാൻ, സ്വന്തം ഇഷ്ടത്തിൽ ജീവിപ്പാൻ ഒരു കൂട്ടം ജനങ്ങൾ എണീച്ച് വരുമെന്ന് AD ഏകദേശം 50 തന്നെ കർത്താവിൻ്റെ സഭ വന്ന സമയത്ത് തന്നെ ഈ വിഷയങ്ങൾ അവിടെ ഉണ്ടായി. അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്ന ഈ അന്ത്യകാലത്തും ഇത് അധികമായി വർദ്ധിച്ചു വരും. അതുകൊണ്ട് ദൈവവചനത്തിൽ എന്ത് പറയുന്നു, കർത്താവ് എന്ത് പറയുന്നു, കർത്താവ് ഒരിക്കലും കള്ളം പറയത്തില്ല. കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നാം ദീർഘക്ഷമയോടെ കാത്തിരിക്കാനാണ് പറഞ്ഞത്. 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം 3-7 വാക്യത്തിൽ പത്രോസ് വീണ്ടും അതൊന്നുകൂടെ വിവരിച്ച് പറയുന്നുണ്ട്. ആകാശവും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും, അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും പറ്റികെട്ട മനുഷ്യരുടെ നാശം സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നവർ മനസ്സോടെ മറന്നുകളയുന്നു എന്ന് പറയും. മനസ്സോടെ മറന്നുകളയുകയാണ്. ദൈവമക്കളെ, ഇങ്ങനൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള ലക്ഷണം കർത്താവ് പറഞ്ഞ നോഗയുടെ കാലം, അതാണ് വെള്ളത്താൽ ഉള്ള ആ ന്യായവിധി വന്നത് എന്ന് ആ കാലം. 2 ലോത്തിൻ്റെ കാലം പോലെ എന്ന് പറഞ്ഞു. ലോത്തിൻ്റെ കാലത്ത് യേശു തീ കൊണ്ട് സോദോം ഗോമോറയെ ന്യായം വിധിക്കുന്നത് കാണാം. അപ്പോൾ ഒന്നാമത് ഭൂമിയെ ശുദ്ധീകരിച്ചെടുക്കുവാൻ, ഭൂമിയിലെ പാപങ്ങളെ തുറന്നേറ്റുവാൻ വെള്ളത്താൽ ഒരു ന്യായവിധി കഴിച്ചു. രണ്ടാമതായി ഭൂമിയെ ശുദ്ധീകരിച്ച് തനിക്കിവിടെ ഒരു വാഴ്ച നടത്തേണ്ടതിന് വേണ്ടി രണ്ടാമത് തീ കൊണ്ടൊരു ശുദ്ധീകരണം അധികം താമസിക്കാതെ നടക്കാൻ പോവുകയാണ്. ആ കാലത്ത് അടുത്തിരിക്കുന്നതെന്നാണ്. അതാണ് തീക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. പത്രോസ് അപ്പോസ്തലൻ നമ്മളോട് ആ ബുദ്ധി ഉപദേശിച്ച് പരമാർത്ഥ ഹൃദയം ഉണർത്തിച്ച്, നമ്മുടെ ഹൃദയത്തെ ഉണർത്തിച്ച് പറയുകയാണ്, നിങ്ങൾ പെട്ടുപോകരുത്. ലോത്തിൻ്റെ കാലത്ത് പാപത്തിൻ്റെ നിലവിളി സ്വർഗത്തിലെത്തിയ പോലെ സ്തോത്രം അത് തീയാൽ നശിപ്പിച്ച് കളഞ്ഞതുപോലെ ഇപ്പോൾ പാപം പെരുകിക്കൊണ്ടിരിക്കുന്നത് എന്തെല്ലാം പാപത്തിൻ്റെ പ്രവൃത്തികളാണ് അന്ത്യകാലത്ത് നമ്മൾ പാർക്കുന്ന ഈ ലോകത്തിൽ. എന്തെല്ലാം പാപങ്ങളാണ് നടക്കുന്നത്. നമ്മുടെ തലമുറകൾ ഈ പാപത്തിൽ വസിക്കുന്നു, പാപത്തിൽ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് പത്രോസ്ലീഹ പിന്നെ പത്രോസിൻ്റെ 2 പത്രോസിലെ 3-13 വാക്യത്തിൽ അതുകൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുള്ളവരായിരിക്കണം.
നമുക്ക് ഈ ദിവസങ്ങൾ അത് ഓർപ്പിക്കുന്നത്, നമ്മൾ വിശുദ്ധ ജീവിതം ഭക്തിയുള്ളവരായി നമ്മൾ കർത്താവിൻ്റെ വരവേണ്ടി കാത്തിരിക്കുക. അവൻ്റെ വാഗ്ദത്തം പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കാനാണ് നമ്മളോട് പറയുന്നത്. പുതിയ ആകാശവും പുതിയ ഭൂമിയും, ഇതാണ് നീതി വസിക്കുന്ന കർത്താവ് ഭരിക്കുന്ന ഭൂമി. ഇതാണ് ഇളകാത്ത രാജ്യം. ഇളകാത്ത രാജ്യമെന്നാണ് പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത്. കർത്താവിൻ്റെ ഇളകാത്ത രാജ്യം ഇവിടെ സ്ഥാപിക്കാൻ പോവുകയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 29 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. അതാണ് നോഹയുടെ കാലത്ത് സംഭവിച്ചത്. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നുള്ളത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിനും നിർമ്മിതമായ ഇളക്കമുള്ളതിനും മാറ്റം വരുമെന്നും സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്നല്ലോ. ഇളകാത്ത രാജ്യത്തിലേക്കാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്. ഈ ലോകം ഇളകുന്നതാണ്, നശിച്ചു പോകുന്നതാണ്. ആ നശിച്ചു പോകാത്ത നിലനിൽക്കുന്ന ഇളകാത്തൊരു രാജ്യത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ ഇളകാത്ത രാജ്യത്തിൻ്റെ വെളിപ്പാട് കിട്ടി ആളാണ് അബ്രഹാം പിതാവ്. എബ്രായ ലേഖനം 11-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനു വേണ്ടി താൻ കാത്തിരിക്കുന്നു. ഇത് അബ്രഹാമിനെ ദൈവം വിളിച്ചു. ഈ കാത്തിരിക്കുന്നതാണ് നിത്യരാജ്യത്തും. അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു, നിനക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വരാൻ പറഞ്ഞു. അത് നിത്യരാജ്യത്തിൻ്റെ ദേശത്തിൻ്റെ വെളിപ്പാട് കണ്ട് ആ വിളി കേട്ടിട്ടാണ് അബ്രഹാം ഇറങ്ങി തിരിച്ചത്. അബ്രഹാം അന്ന് താമസിക്കുന്ന കൽദേ പട്ടണമായ ഊരെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മോസ്റ്റ് മോഡേൺ സിറ്റിയും അതുപോലുള്ള എല്ലാ വിധമായ മോഡേണായിട്ടുള്ള ഒരു രാജ്യത്ത് അതിൻ്റെ തലപ്പത്ത് അതിൻ്റെ സെൻട്രലിൽ ജീവിച്ചിരുന്നയാൾ അത് വിട്ടേച്ച് അതിൽ താഴ്ന്ന ഒന്ന് കൽദേ പട്ടണം പോലെ ഈ ലോകത്തിൽ വേറൊരു പട്ടണവും ശ്രേഷ്ഠകരമായ പട്ടണം ഇല്ലായിരുന്നു. അതിനേക്കാൾ വലിയൊരു ദേശം കിട്ടിയാലേ നമ്മളെല്ലാം അതിലേക്ക് പോകത്തുള്ളൂ. നമ്മളിപ്പം പറയുകയാണ്, നമ്മളെ ഇവിടുന്ന് വിളിച്ച് രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ പോകത്തില്ല, കേരളത്തിൽ ആരും പോകത്തില്ല എന്ന് പറഞ്ഞതുപോലെ അബ്രഹാം ജീവിച്ച ആ ദേശത്ത് അത്ര ഉന്നതമായ ഒരു പട്ടണമായിരുന്നു. ആ പട്ടണത്തിൽ നിന്നാണ് തന്നെ വിളിച്ചപ്പോൾ താൻ കണ്ടത് ഈ കനാൻ എന്ന മരുഭൂമിയല്ല, അത് പ്രാപിക്കാനല്ല താൻ ഇറങ്ങിത്തിരിച്ചത്. അവൻ തേജോവാനായ ദൈവത്തെ കണ്ട് ആ ദർശനം കണ്ട് വിളി കേട്ട് ഇറങ്ങിയത്, സ്തോത്രം, ഇറങ്ങിയത് അതിനുവേണ്ടിയാണ് ഇറങ്ങിയത്. ലോകത്തെ ഏറ്റവും കോടീശ്വരനായ ഒരു വ്യക്തിയായിരുന്നു അബ്രഹാം. തന്നെ ദൈവം അനുഗ്രഹിച്ചായിരുന്നു. അപ്പോൾ അബ്രഹാം കനാനിൽ വന്ന് താമസിച്ചപ്പോൾ താൻ ഒരു പട്ടണം വേണമെങ്കിൽ പണിയാമായിരുന്നു. ഒരു വീട് പോലും പണിയാതെ കൂടാരങ്ങളിൽ തന്നെ പാർത്ത് ഈ വെളിപ്പാട് പ്രാപിച്ചുകൊണ്ടാണ് താൻ കൂടാരത്തിൽ തന്നെ പാർത്തത്. കാരണം ഇവിടെ താൻ പരദേശിയാണെന്നും തൻ്റെ അവകാശം ഭൂമിയിലല്ല സ്വർഗത്തിലാണെന്നും ആ വാഗ്ദത്തം പ്രാപിച്ചെടുക്കുവാൻ ദീർഘക്ഷമയോടെ വിശ്വാസത്താൽ കാത്തിരിക്കുന്നതായി അബ്രഹാമിനെ കാണാം. എബ്രായ ലേഖനം 11-ാമത്തെ വാക്യത്തിൽ, ഈ ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികളും ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ അവർ മരിച്ചു. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ഇവരെല്ലാവരും സ്വർഗീയമായ വിളി കേട്ട് സ്വർഗീയമായ ദർശനം പ്രാപിച്ചവർ ക്രിസ്തുവിൽ മരിച്ചവരുമായിരുന്നു, പഴയ നിയമ വിശുദ്ധന്മാരായി. അങ്ങനെ അബ്രഹാം വിശ്വാസികളുടെ പിതാവായി മാറി. റോമലേഖനം 4-13 വാക്യത്തിൽ ലോക അവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാം ന്യായപ്രമാണത്തല്ല വിശ്വാസത്തിൻ്റെ നീതിയാൽ ലഭിച്ചു എന്നെഴുതിയിരിക്കുന്നു. ഈ അബ്രഹാമിൻ്റെ അനുഗ്രഹമാണ് ദൈവകുഞ്ഞുങ്ങളെയും നമുക്ക് ജാതികളായി നമ്മൾക്ക് ക്രിസ്തുവേശുവിൽ കൂടെ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്തിൽ പ്രാപിച്ചാൽ നമുക്കും ഈ അബ്രഹാമിൻ്റെ അനുഗ്രഹമാകുന്ന അനുഗ്രഹം അനുഭവിപ്പാനാണ് നമ്മളെ ദൈവം വിളിച്ചത്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-14 വാക്യത്തിൽ സ്തോത്രം അബ്രഹാമിനെ കുറിച്ച് സ്തോത്രം അബ്രഹാമിൻ്റെ മക്കളെക്കുറിച്ച് അവിടെ പറയുന്നു. അപ്പോൾ തന്നെ ലൂക്കോസ് സുവിശേഷം 16-19 ഒരു ധനവാനെക്കുറിച്ചും ഒരു ലാസറിനെക്കുറിച്ചും പറഞ്ഞു. ധനവാൻ മരിച്ചു, സൂചിച്ച് ജനിച്ചു. അവൻ യാതനാ സ്ഥലത്ത് കിടക്കുമ്പോൾ ലാസർ മരിച്ച് അവനെ ദൂതന്മാർ അബ്രഹാമിൻ്റെ മടിയിലേക്ക് പോകുന്നു, അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നു. അബ്രഹാമിൻ്റെ ആ മടി എന്ന് പേരുന്ന അറിയപ്പെടുന്ന പർദീസയിലേക്ക് അവൻ എടുക്കപ്പെടാൻ പോകുന്നു. അബ്രഹാമിനെ അവൻ്റെ മടിയിൽ ലാസറേയും കണ്ടെന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പം എബ്രായ ലേഖനം 11-ാം അധ്യായം
അതിൻ്റെ 8-9 വാക്യത്തിൽ പറയുന്നത്, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയെപ്പാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്കെന്ന് എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്തദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്നു. വാഗ്ദത്തത്തിന് കൂട്ടാവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനും കൂടെ കൂടാരത്തിൽ പാർത്തു. കണ്ടോ, അബ്രഹാമിൻ്റെ മടിയിൽ ലാസർ ഇരിക്കുന്ന കണ്ടു എന്ന് പറയുന്ന പോലെ തന്നെ അക്ഷരീയമായി അബ്രഹാം വിശ്വാസത്താൽ താൻ ആ ദൈവം ശില്പിയാൻ നിർമ്മിച്ച അടിസ്ഥാന നഗരത്തിന് വേണ്ടി കാത്തിരുന്നു കൊണ്ട് തൻ്റെ വാഗ്ദത്തത്തിന് കൂട്ടവകാശമായിരിക്കുന്ന ഇസ്ഹാക്ക്, യാക്കോബ് എല്ലാ മക്കളുമില്ല, വാഗ്ദത്തത്തിൻ്റെ കൂട്ടവകാശി ദൈവകൽപ്പന അനുസരിച്ച് വിശ്വസിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ആ അനുഭവത്തിലേക്ക് പോകുന്നു. എല്ലാത്തിൻ്റെ ലേഖനത്തിനകത്ത് ഈ വെളിപ്പാടാണ് പൗലോസ് എഴുതി വെച്ചത്. എല്ലാത്തിൻ്റെ 3:26 മുതൽ 29 വായിക്കുമ്പോൾ, ക്രിസ്തുവേശുവിലെ വിശ്വാസത്തിൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകും. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനുമെന്നില്ല, ദാസനും സ്വതന്ത്രനെന്നില്ല, ആണും പെണ്ണുമെന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. ഗലാത്യ ലേഖനം 3:16 വാക്യത്തിൽ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതിയിൽ എന്ന അനേകരെക്കുറിച്ചല്ല, നിൻ്റെ സന്തതി എന്ന ഏകനെക്കുറിച്ച് അത്ര പറയുന്നത്, അത് ക്രിസ്തു തന്നെ. അപ്പോൾ ക്രിസ്തുവാകുന്ന സന്തതിയെ കൊടുക്കാമെന്നാണ് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തത്. ആ ക്രിസ്തുവിനെ വിശ്വാസത്തോടെ അബ്രഹാം പ്രാപിച്ചെടുക്കാൻ ചെയ്തു. ആ ക്രിസ്തുവിനെ പ്രാപിച്ചെടുക്കുന്ന വിശ്വാസത്താലാണ്. അതേ അനുഭവത്തിൽ ആണ് പൗലോസ് ലേഖനങ്ങൾ പലതും എഴുതുമ്പോൾ അബ്രഹാമിന് കൊടുത്ത വെളിപ്പാട്, ആ വെളിപ്പാടിൻ്റെ വിശ്വാസത്താൽ ക്രിസ്തുവിനെ ഒക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് താനെ ലേഖനങ്ങളിൽ കൂടെ സഭയെ ഉണർത്തി എഴുതുന്ന കാണാം. പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ 3-ാം അധ്യായം 10 മുതൽ വായിക്കുമ്പോൾ, അവനിലിരിക്കേണ്ടതിന് അവൻ്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ എന്നെണ്ണുന്നു. അപ്പം പൗലൂസിൻ്റെ ഒറ്റ ലക്ഷ്യം ഒന്നാമത്തെ പുനരുത്ഥാനമാണ്. മരിച്ചവരുടെ ഇടയിൽ നിന്നൊരു പുനരുത്ഥാനം പ്രാപിക്കണമെന്നാണ്. കാരണം താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് കർത്താവ് വരികയില്ലെന്ന് മനസ്സിലായി. അപ്പം മരിച്ചവരുടെ ഇടയിൽ നിന്നൊരു പുനരുത്ഥാനം ലഭിക്കണമെന്ന് തനിക്ക് മനസ്സിലാക്കി മറ്റുള്ളവരെ ബലപ്പെടുത്തി ശക്തീകരിക്കുകയാണ്. അതിനുവേണ്ടി താൻ എല്ലാം ഉപേക്ഷിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്നൊരു പുനരുത്ഥാനത്തിന് വേണ്ടി താൻ അവിശുദ്ധ ജീവിതം നയിക്കുന്നതായിട്ട് കാണാം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 20 മുതൽ 23 വരെ നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ നിന്ന് ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ്റെ നിലയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിലുള്ളവർ അവൻ്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായി ദൈവത്തെ ഏൽപ്പിക്കും. ഇതാണ് വിളിയുടെ 3-ാം ഭാഗം എന്ന് പറയുന്നത്. രാജ്യം പിതാവിനെ ഏൽപ്പിക്കുകയാണ്. 1000 ആണ്ട് വാഴ്ച ഇവിടെ നടത്തി സാത്താനെയും മൃഗത്തെയും എല്ലാം തീപ്പൊയ്യിൽ തള്ളിയിട്ട് രാജ്യം പിതാവിനെ ഏൽപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പം നിത്യതയിൽ പിതാവായ ദൈവത്തോടു കൂടെ ക്രിസ്തുവേശുവിൻ്റെ കൂടെ അനന്ത നിത്യതയിൽ വാഴുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എത്ര ശ്രേഷ്ഠകരമായ വിളിയാണ് പ്രിയമുള്ളവരെ. അങ്ങനെ പിതാവായ ദൈവത്തിന് രാജ്യം ഏൽപ്പിക്കുമ്പോഴാണ് സ്വർഗത്തിൽ പിതാവിനോട് കൂടെ ഇരിക്കുന്നത് നിത്യതയിൽ. കർത്താവ് പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് വന്നവനായി സ്വർഗത്തിൽ കയറിയ ഞാൻ മാത്രമല്ലാതെ ഇതുവരെയും പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല. ആ പിതാവിൻ്റെ നിത്യത പ്രാപിച്ചെടുക്കുവാൻ അതിനുള്ള വിളിയാണ് ലോക സ്ഥാപനത്തിന് മുമ്പ് ക്രിസ്തുവിൽ കൂടെ നമ്മെ പിതാവായി ദൈവം വിളിച്ചത്. ക്രിസ്തു ഭൂമിയിൽ വന്ന് നമ്മളെ അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി രാജ്യത്തിലേക്ക് നമ്മളെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവിലുള്ള ആത്മാവിൻ്റെ യുദ്ധങ്ങൾ ചെയ്ത് ആത്മാവിൻ്റെ ഉപദേശങ്ങൾ കേട്ടനുസരിച്ച് ആ അനുഭവത്തിലേക്ക് നമ്മളെ കടത്തിവിടുവാനാണ് ദൈവം സഭയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ ത്രിവിധ അനുഭവങ്ങളാണ് ഈ വിളിയിലുള്ളത്. 3 വിധ അനുഭവങ്ങളും മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ്. ഇതുപോലെ തന്നെ 3 ഭാഗം പിതാപുത്ര പരിശുദ്ധാത്മാവ് ത്രിയേകതയും അങ്ങനെ 3 ഘട്ടങ്ങളായി ഈ വിളിയുടെ
പൂർത്തീകരണം നമ്മൾ വരിക്കുമ്പോൾ അവസാനം പിതാവായ ദൈവത്തോടുകൂടെ അനന്ത നിത്യതയിൽ ക്രിസ്തുവിനോടുകൂടെ തേജസ്സിൻ്റെ പുത്രിമാരായി അവിടെ ജീവിക്കുന്ന ഒരു നിത്യതയുടെ വാഗ്ദത്തമാണ് ആദ്യം മുതൽ നിങ്ങൾ കേട്ട വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. പിതാവിൻ്റെ സ്നേഹം എത്ര വലുതാണ്! നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനാക്കി നമ്മളെ തീർത്ത്, പുത്രിമാരാക്കി തീർത്ത് ആ നിത്യതയിൽ തേജസ്സിൽ വസിക്കുന്ന, പിതാവിനെ ആരും ഒരുവരെ കാണാത്ത നിത്യജീവനിൽ അവനോടുകൂടെ ജീവിക്കുന്ന ആ ജീവിതമാണ് ദൈവം നമുക്ക് പ്രോമിസ് തന്നിരിക്കുന്ന, വാഗ്ദത്തം തന്നിരിക്കുന്നത്. ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരമെന്നൊക്കെയും വെളിപ്പാട് പുസ്തകം നമ്മൾ ആഴത്തിൽ ഇനി പോകുമ്പോൾ അവിടെ നിന്നെല്ലാം നമുക്കിത് വചനത്തിൽ കൂടെ മനസ്സിലാക്കി എടുക്കാൻ തരും. നമുക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ഈ വെളിപ്പാടുകൾ നമുക്ക് നൽകി തരുന്നത്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ നമുക്ക് വെളിപ്പെടുത്തുന്ന, അതനുസരിച്ച് ജീവിപ്പാൻ, അതനുസരിച്ച് മുന്നോട്ട് പോകാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ ഈ സഭയിലാക്കി വെച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടെ, വളരെ കരുതലോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ലോക സംഭവങ്ങളൊക്കെ വിളിച്ചറിയുന്നത്, യുദ്ധങ്ങൾ, 3-ാം ലോകയുദ്ധം അടുത്തുകൊണ്ടിരിക്കുന്നു. പറഞ്ഞില്ലേ, ഗോഗു മാഗോ യുദ്ധങ്ങൾക്ക് സന്നദ്ധമായി, അന്തിക്രിസ്തു എതിർ ക്രിസ്തു വെളിപ്പെടാൻ കാലമായി. ലോകം ഏക ഭരണത്തിലേക്ക് പോകുമ്പോൾ കർത്താവ് തൻ്റെ സഭയെ ഇവിടെ ചേരും, കള്ളനെ പോലെ അവൻ വരും. അതിനുവേണ്ടി ഒരുങ്ങി വിശുദ്ധമായി ജീവിതം ജീവിച്ചുകൊണ്ട്, ഭക്തിയോടെ ജീവിതം ജീവിച്ചുകൊണ്ട്, അതിനുവേണ്ടി ദീർഘക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം. അബ്രഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന പോലെ നാമും അവർ വരുന്ന കേട്ട് മനസ്സ് ചഞ്ചലിച്ച് പോകാതെ ക്രിസ്തുവിൻ്റെ വചനത്തിൽ ഉറച്ച്, അവൻ്റെ ആത്മാവ് തരുന്ന ഉപദേശം നൽകുകൊണ്ട്, അവൻ്റെ സഭയിൽ കീഴടങ്ങിയിരുന്നു കൊണ്ട് ആ വിശുദ്ധ ജീവിതം നയിപ്പാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ ഈ വചന ശുശ്രൂഷയ്ക്കൂടെ നിങ്ങൾക്കിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിനുവേണ്ടിയാണ് തിടുക്കത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണമെന്ന് പരിശുദ്ധാത്മ നിയോഗം തന്നിട്ട് വേഗത്തിൽ ഈ വിളിയുടെക്കുറിച്ച്, വിളിയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച്, വിളിയുടെ 3 ഭാഗങ്ങളെക്കുറിച്ച് അവയെ മനസ്സിലാക്കി തരുവാൻ ദൈവം എനിക്ക് തന്ന വെളിപ്പാടനുസരിച്ച്, ആ വെളിപ്പാടനുസരിച്ച് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരുവാൻ തക്കവണ്ണം ഇങ്ങനെ ഈ ശുശ്രൂഷ ഇവിടെ ചെയ്യുവാൻ ആഗ്രഹിച്ചതും ചെയ്തു പോന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇത് കേട്ട് വിശ്വസിച്ച് ഇത് അനുസരിച്ച് ഇതിങ്ങനെ തന്നെയാണോ എന്ന് ദൈവവചനത്തെ ശോധന ചെയ്ത് നാം അത് കണ്ടെത്തണം. വെറുതെ നമ്മൾ സമയങ്ങൾ വെറുതെ കളയരുത്, വെറുതെ ദൈവസഭയിൽ വന്നിരിക്കരുത്. ദൈവസഭയിലേക്ക് നമ്മളെ വിളിച്ചത് വളരെ വലിയ ശ്രേഷ്ഠകരമായ വിളിച്ചിട്ടാണ്, മറ്റാർക്കും കൊടുക്കാത്ത വിളി കിട്ടിയിട്ടാണ് നമ്മളെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് പരിശുദ്ധാത്മാവിന് കീഴടങ്ങിയിരുന്ന് ദൈവ അപ്പോസ്തലന്മാർ തന്ന ഉപദേശം കേട്ട് അനുസരിക്കാൻ തക്കവണ്ണം ലേഖനത്തിൽ കൊടുത്തിരിക്കുന്ന ഉപദേശങ്ങളാണ് നമ്മളെ വിശുദ്ധിയിലേക്ക് നടത്തുന്നത്. നമ്മുടെ പാപസ്വഭാവങ്ങൾ, ജഡസ്വഭാവങ്ങൾ വിട്ട് ആത്മസ്വഭാവത്തിനടുമേ ക്രിസ്തുവിനെ പോലെ നമ്മളായിത്തീരുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിൻ്റെ ശ്രേഷ്ഠത നിങ്ങളുടെ ഉള്ളിലേക്ക് കയറട്ടെ, നിങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് കേട്ട വചനങ്ങളെ നമ്മൾ സമർപ്പിച്ച്, ആ വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം പ്രൊക്ലെയിം ചെയ്യുന്ന വചനത്തെ നമ്മൾ വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറയുമ്പോൾ അതിന്മേൽ പരിശുദ്ധാത്മ പ്രവർത്തിച്ചാണ് അതിന്മേലൊരു പുതിയ പ്രവർത്തനം, ജീവൻ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് കണ്ണുകളടച്ച് ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, വിളിയെക്കുറിച്ച്, തെരഞ്ഞെടുപ്പിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ കഴിഞ്ഞ ദിവസങ്ങളായി ഞങ്ങൾക്ക് ഒന്നിച്ച് ചിന്തിച്ച് പഠിക്കുവാൻ തിരുവഴുത്തിൽ കൂടെ ഞങ്ങളെ നീ സഹായിച്ചല്ലോ. വിളിയുടെ ശ്രേഷ്ഠകരമായ 3 അനുഭവങ്ങളെക്കുറിച്ചാണല്ലോ ചിന്തിക്കാൻ ഇടയായി തീർന്നത്. പ്രാരംഭത്തിൽ ഞങ്ങളെ വിളിച്ച് ദൈവരാജ്യത്തിൽ അങ്ങാക്കി വെക്കുന്നു. അത് ഞങ്ങൾ ഈ ഭൂമിയിൽ, ഞങ്ങൾ ആശ്ചര്യമായ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ, ഞങ്ങളുടെ ഈ ശരീരത്തോട് ജീവിക്കുമ്പോൾ, ഞങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ദൈവരാജ്യം പരിശുദ്ധാത്മാവിനും ശക്തിയാലും അധികാരത്താലും ആത്മരാജ്യത്തിൽ ജീവിക്കുവാൻ, ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് ഇവിടെ ദൈവരാജ്യം സ്ഥാപിച്ചെടുക്കുവാനും ഞങ്ങളെ വിളിച്ചിരിക്കുമ്പോൾ ആ ദൗത്യം ഞങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഞങ്ങളെ ഇവിടുന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ആ പ്രതിഫലം ഞങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം ഭൂമിയിൽ കർത്താവെ അങ്ങയുടെ കൂടെ ഇവിടെ വസിക്കുവാൻ, ഇവിടെ വാസം ചെയ്യുവാൻ, ഇവിടെ ഭരിക്കുവാൻ, ഇവിടെ കർത്താവിനെ ആരാധിക്കുവാൻ ഒക്കെ ഞങ്ങളെ ആ കർത്താവിൻ്റെ കൂടെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് ഞങ്ങളെ മടക്കിക്കൊണ്ടുവരുന്നു. അതിനുശേഷം എല്ലാം അവസാനിപ്പിച്ച ശേഷം പിതാവായി ദൈവത്തിന് പുത്രൻ രാജ്യത്തെ പരമേൽപ്പിച്ച് കഴിയുമ്പോൾ ആ പുത്രൻ്റെ ഓടുകൂടെ പിതാവിൻ്റെ കൂടെ നിത്യജീവൻ പ്രാപിച്ച് നിത്യതയിൽ തേജസ് വായ്പാനുള്ള ആ ഉന്നതമായ വിളിയുടെ 3-ാം ഘട്ടത്തിലാണല്ലോ ഞങ്ങളുടെ നിത്യത
അവിടെ നിത്യമായ വാസം വസിക്കേണ്ടത്. അതിനുവേണ്ടി കാലം ഏറ്റവും അടുത്തിരിക്കുന്നത് മനസ്സിലാക്കി അതിനുവേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ ഒരിക്കൽ കൂടി കേൾക്കപ്പെട്ട വചനത്തെ സമർപ്പിക്കുന്നു. കേൾക്കപ്പെട്ടവരെ നിൻ്റെ കൃപയും നിൻ്റെ ജീവനും അയക്കണമേ. കർത്താവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ ആമേൻ. കർത്താവ് ഈ വചനങ്ങളെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കൂടുതൽ അറിയുവാൻ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിലോ കമൻറ്റ് ബോക്സിലോ ഒക്കെ ഞങ്ങളെ വിളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ ഒരു ഭാഗമായി തീർന്ന അനേകരെ ഇത് ഷെയർ ചെയ്ത് അറിയിക്കുമ്പോൾ അവരും നിങ്ങൾക്കൂടെ വിടുതൽ പ്രാപിപ്പാൻ നിങ്ങളും ആ സുവിശേഷത്തിൻ്റെ ഭാഗമായി തീരുവാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ ആമേൻ.